തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആവശ്യമെങ്കിൽ സഭ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നു. കത്തോലിക്ക സഭ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്നും ഫാദർ ഫിലിപ്പിന്റെ മുന്നറിയിപ്പ്. ഞങ്ങൾക്ക് സഹായഹസ്തവുമായി ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ കരുതുക, സ്വാഭാവികമാണല്ലോ. ബോധപൂർവം ഞങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങളും ഇനി വോട്ടിലൂടെ അവഗണിക്കേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ യാത്ര. കടുത്ത നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഉറച്ച നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും. ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ ബോധപൂർവം അവഗണിക്കുന്നവർക്കെതിരായി ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അത് പ്രശ്നാധിഷ്ഠിതമായൊരു നിലപാടാണ്. സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്നാണ് എനിക്ക് രാഷ്ട്രീയക്കാരോടും ഗവൺമെന്റിനോടും പറയാനുള്ളത്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, കടുത്ത നിലപാടിലേക്ക് നീങ്ങും അവർ? SKN കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. കാസർഗോഡ് പാണത്തൂരിൽ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം. ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഈ മാസം 24-ന് തിരുവനന്തപുരത്താണ് യാത്ര സമാപിക്കുന്നത്. ഇത്തരമൊരു യാത്ര കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് വരാൻ വേണ്ടി പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഇത്തരമൊരു യാത്ര നടത്തുന്നത് അത് സഭയുടെ തന്നെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമാണ് എന്ന തരത്തിൽ അതിനെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതിന് സാധൂകരിക്കുന്ന പ്രതികരണം തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഫിലിപ്പ് കവിയിലിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടർച്ചയായി ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്നു, ന്യൂനപക്ഷ സമൂഹത്തിന് നേരെ വലിയ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം വിവിധ വിഷയങ്ങൾ കൂടി ഈ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വന്യജീവി ആക്രമണം, അതോടൊപ്പം ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ കൂടി ഈ കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ അതിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് സഭയുടെ ഭാഗമായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആവശ്യമെങ്കിൽ ഈ അവഗണന തുടർന്നാൽ സ്വന്തം നിലയിലുള്ള നിലപാട് സ്വീകരിക്കും. അത് കടുത്ത നിലപാട് സ്വീകരിക്കും. സ്വയം സഭയ്ക്ക് സ്വാധീനമുള്ള 50-ലധികം മണ്ഡലങ്ങളുണ്ട്. അവിടെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ നിർബന്ധിതരാക്കരുത് എന്നതാണ് സഭ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും അതോടൊപ്പം കേന്ദ്ര സർക്കാരുകൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത് എന്നതാണ് അവരുടെ പ്രതികരണം. എന്തായാലും ഇന്നാണ് യാത്ര ആരംഭിക്കുന്നത്. സ്വാഭാവികമായും വിവിധ സഭാ നേതാക്കൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കും. രാഷ്ട്രീയ നേതാക്കൾക്ക് ക്ഷണമില്ല. പക്ഷേ തങ്ങളുടെ നിലപാടിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് അവിടെ എത്താം, കാര്യങ്ങൾ സംസാരിക്കാമെന്നുൾപ്പെടെയാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സഭ ഇത്തരമൊരു യാത്ര നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.